ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് യക്ഷഗാനം? ഉത്തരം കാസർഗോഡ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം സരോജിനി നായിഡു. ഐതിഹ്യമാല എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ദ്രുമം എന്ന പദത്തിന്റെ അർത്ഥം എഴുതുക. വൃക്ഷം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കുഞ്ചൻ നമ്പ്യാർ. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം ലീല നമ്പൂതിരിപ്പാട്. നറുമൊഴികൾ എന്ന പുസ്തകം എഴുതിയതാര്? ONV കുറുപ്പ്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാര്? ഉത്തരം വള്ളത്തോൾ. കഥകളിയിലെ നളൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ വേഷമേത്? ഉത്തരം പച്ചവേഷം. നളചരിതം ആട്ടക്കഥ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? ഉത്തരം കഥകളി. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. കൈതവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം കള്ളം. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? പുറമേ കാണിക്കുന്ന ഭംഗി അകമേ ഇല്ല. പൊന്നണിഞ്ഞു എന്ന പദം പിരിച്ചെഴുതുക. പൊന്ന് പ്ലസ് അണിഞ്ഞു. ഇടശ്ശേരിയുടെ നങ്ങേലി എന്ന കഥാപാത്രമുള്ളത് ഏത് കൃതിയിലാണ്? ഉത്തരം പൂതപ്പാട്ട്. ഒറ്റ പദമാക്കുക. ക്ഷോഭം വന്നവൻ. ഉത്തരം ക്ഷുഭിതൻ. ചിത്രയോഗം രചിച്ചതാര്? ഉത്തരം വള്ളത്തോൾ. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത്? കണ്ണൂർ. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യനാര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തുമ്പ. കേരളത്തിന്റെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം പൊന്നാനി. കുട്ടികൾക്ക് പ്രിയങ്കരനായ കവി, പഴഞ്ചൊല്ലുകളെ കവിതയാക്കുന്നതിൽ സമർത്ഥൻ. പഴമൊഴിപ്പത്തായം എന്ന കൃതിയുടെ കർത്താവ്. ഏത് മലയാള കവിക്കാണ് ഈ സൂചനകൾ യോജിക്കുന്നത്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ലോക പുസ്തക ദിനം എന്ന്? ഏപ്രിൽ 23. ഞാനൊരു സമർത്ഥൻ. കാക്കക്കൂട്ടിലാണ് മുട്ടയിടുന്നത്. എനിക്ക് കാക്കയുടെ നിറമാണ്. എൻ്റെ പേര് എന്താണ്? ഉത്തരം കുയിൽ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വിക്രം സാരാഭായി. ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്ര ദൗത്യം ഏത്? ചന്ദ്രയാൻ 1. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത്? ഉത്തരം ബുധൻ. സർപ്പാകൃതിയിലുള്ള വള്ളങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ചുണ്ടൻ വള്ളം. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. കുത്തിയാൽ മുളയ്ക്കില്ല, വേലിമേൽ പടരും ഈ കടങ്കഥയുടെ ഉത്തരമെന്ത്? ഉത്തരം ചിതൽ. കുട്ടിക്കാലത്തെ ശീലം മരണം വരെ തുടരും എന്ന് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ചൊട്ടയിലെ ശീലം ചുടല വരെ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത്? ചെമ്മീൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ.
സാമൂഹിക നീതി വകുപ്പ് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിനായി നടത്തിവരുന്ന പദ്ധതി ഏത്? ഉത്തരം മിഠായി. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡോക്ടർ സാലിം അലി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി? 7 ലോക് കല്യാൺ മാർഗ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ശ്രീനാരായണ ഗുരു. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാര്? APJ അബ്ദുൽ കലാം. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളേവ? ബുധൻ, ശുക്രൻ. ചെറുശ്ശേരി ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചത്? കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? ഉത്തരം പുന്നമടക്കായൽ. കഥകളിയുടെ ആദ്യ രൂപം എന്താണ്? ഉത്തരം രാമനാട്ടം. ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 6 വർഷം. അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? കണ്ണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ഏത് നവോത്ഥാന നായകൻ്റെ സന്ദേശമാണിത്? ഉത്തരം ശ്രീനാരായണ ഗുരു. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാലാ ലജ്പത് റായ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത്? ഉത്തരം മംഗളവനം, എറണാകുളം ജില്ലയിലെ മംഗളവനം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിഹോൺ ഹിദാൻക്യോ. ആദ്യമായി ജ്ഞാനപീഠം പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? സാമന്ത ഹാർവി. കൃതി ഓർബിറ്റൽ. ചാരി എന്ന നൃത്തരൂപം ഏത് കലയുമായി ബന്ധമുള്ളതാണ്? ഉത്തരം ചാക്യാർ കൂത്ത്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം അശോകൻ ചരുവിൽ. വരരുചിയുടെ പത്നി ആര്? ഉത്തരം പഞ്ചമി. മുമ്പോട്ടും പിറകോട്ടും പറക്കാനാവുന്ന പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്. പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം ഏത്? ഓട്ടൻതുള്ളൽ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി? രാഷ്ട്രപതി ഭവൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ചമ്പാരൻ സമരം നടന്ന വർഷമേത്? 1917. 1878 പൊന്നാനിയിൽ ജനിച്ചു. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. സാഹിത്യ മഞ്ജരി രചിച്ചു. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഈ പ്രസ്താവനകൾ ഏതു കവിയെക്കുറിച്ചുള്ളതാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ.